ഇതിനകത്ത് വളരെ വലിയ ഒരു വർഗീയത ഒളിഞ്ഞു കിടപ്പുണ്ട്. എന്താണ് കാരണം? EP കുഞ്ഞബ്ദുള്ള എന്നടക്കമുള്ള 4 മുസ്ലിങ്ങളാണ് ഈ പാട്ടിന് പിന്നിലുള്ളത്. അവിടെയാണ് വിഷയം. CPM ഇതിന് കൈ കൊടുത്തതിലൂടെ ഒരിക്കൽ കൂടി ശബരിമല വിശ്വാസികളെ തൊടുന്ന എന്തോ ഒന്ന് സംഭവിക്കാൻ പോകുന്നു എന്ന ഒരു സൂചനയാണ് കൊടുക്കാൻ പോകുന്നത്. കാരണം 4 മുസ്ലിങ്ങളാണല്ലോ ഇപ്പുറത്ത്. അപ്പോൾ അങ്ങനെ കൂടി ഇപ്പോൾ CPMൻ്റെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ പറഞ്ഞത് ഇത് തെരഞ്ഞെടുപ്പ് ചട്ടലംഘനമാണെന്ന് മാത്രമേ ഞങ്ങൾ പറയുന്നുള്ളതാണ്. അതൊക്കെ അങ്ങ് മനസ്സിൽ വെച്ചാൽ മതി. എന്താ ഉദ്ദേശമെന്ന് നമുക്ക് സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ ആരൊക്കെയാണ് ഇപ്പോൾ ഇതേക്കുറിച്ച് പറയുന്നതെന്ന് നമുക്ക് മനസ്സിലാവും. ഇപ്പോൾ ശബരിമലയിലെ ഈ വിഷയം പറയുമ്പോൾ മുസ്ലിം പാട്ടിനെതിരെ നിങ്ങൾ പറയുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. വിഷയം ശബരിമല ഭക്തന്മാരെ വ്രണപ്പെടുത്തുന്ന ഗാനങ്ങൾ ചിലർ എഴുതിയിട്ടുണ്ട്. ആരാണെന്നുള്ളത് ഞങ്ങൾ പറയില്ല, നിങ്ങൾ പോയി നോക്കിയാൽ മതി, അല്ലെങ്കിൽ താഴെ കമൻറ്റിൽ വായിച്ചാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് വളരെ അപകടം പിടിച്ച ഒരു കളിയിലേക്കാണോ CPM പോകുന്നതെന്ന് എനിക്ക് ഭയമുണ്ട്. അത് CPM ഓർക്കണം. ഒരു തവണ ശബരിമല ഭക്തജന സംഗമം നടത്തി കൈ മാത്രമല്ല ശരീരം മുഴുവൻ പൊള്ളിയിരിക്കുന്ന ഒരു അവസരമാണ് ഇത്. തെരഞ്ഞെടുപ്പിന് അപ്പുറത്തേക്ക് പോകേണ്ട ഒരു സാധ്യതയുണ്ട്. നിങ്ങൾക്കെതിരെ ന്യൂനപക്ഷ വിരുദ്ധത എന്നൊരു ആരോപണം കൂടെ നിൽക്കുകയാണ്. ആ സമയത്താണ് ഈ ഗാനം ചില ആളുകൾ എഴുതി. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ അതാണ് വരുന്നത്. ഇനിയിപ്പോൾ CPM അറിഞ്ഞുകൂടെങ്കിൽ തന്നെ അവരുടെ അറിവിലേക്കായി പറയുന്നു. സാമൂഹ്യ മാധ്യമങ്ങളിലെ മുഴുവൻ ചർച്ച ഇത് മറ്റവന്മാർ എഴുതിയാണെന്നാണ്. അപ്പോൾ അതിന് പോയി കൈപിടിക്കരുത്. BJPക്കും VHPക്കും ഇല്ലാത്ത എന്ത് വേവലാതിയാണ് CPMൻ്റെ സംസ്ഥാന നേതാക്കളെ നിങ്ങൾക്കുള്ളത്?